ഈ പ്ലാസ്റ്റിക്കൊക്കെ പെറുക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് ആരും വിചാരിക്കണ്ട കേട്ടോ എനിക്ക് ആക്രിപ്പണി തുടങ്ങിയെന്ന്. ആക്രിപ്പണി തുടങ്ങിയൊന്നും അല്ല കേട്ടോ. ഇത് ഉള്ളിക്കൊട്ടയാണേ. ഉള്ളിക്കൊട്ടയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെള്ളമുള്ള കാരണം ഒന്ന് തുണി വെച്ചൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്ന സവാളയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ സവാളയൊക്കെ നമ്മൾ റെഡിയാക്കി ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഈ ചുവന്നുള്ളിയിലും വെളുത്തുള്ളിയിലും ഉള്ള കേടായതൊക്കെ ഒന്ന് പറക്കി കളയണം കേട്ടോ. കുറേ അഴുക്കായതൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്, അളിഞ്ഞൊക്കെ കിടക്കുന്നത്. കൂട്ടത്തിൽ കിടന്ന് കഴിയുമ്പം ബാക്കിയുള്ളതും കൂടി അഴുക്കാവില്ലേ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്നൊന്നും ചീത്തയായി പോവില്ലല്ലോ. അതിനുശേഷം ഇതേ കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പച്ചമുളക് ഞാൻ കവറിലാക്കി വെച്ചേക്കുന്നത് കഴുകി എടുത്തിട്ട് ഒന്ന് വെള്ളം തോർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കവറിലേക്ക് വെച്ചിരുന്നതാണ് കേട്ടോ. സമയമുള്ളപ്പോൾ ഞെടുപ്പ് കളയാമെന്ന് വെച്ചിട്ട്. അങ്ങനെ ദേ ഇന്ന് സമയം കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ ഇതിൻ്റെ ഞെടുപ്പൂടെ കളയാമെന്ന് വെച്ചു കേട്ടോ. വെള്ളം നന്നായിട്ട് പോയതിന് ശേഷമാണ് കേട്ടോ ഇത് ഞെടുപ്പൊക്കെ കളഞ്ഞ് ഒരു എയർ ടൈറ്റുള്ള കവറിലോ പാത്രത്തിലോ എന്തിലെങ്കിലും എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു കവറിലാണേ, പാത്രത്തിൽ ഞാൻ വെക്കുന്നില്ല കേട്ടോ. ഒരു കവറിനകത്തിലാക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് മുറുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കുറേ നാളത്തേക്ക് ഇരുന്നോളൂ കേട്ടോ. എനിക്കിനിയിപ്പോൾ ഈ അടുത്തൊന്നും പച്ചമുളക് വാങ്ങിക്കണ്ട കേട്ടോ. കുറേ പച്ചമുളക് വേറെ ഇരിപ്പുണ്ടേ. ഇതുപോലെ ഞാൻ ചെയ്ത് വെച്ചു. അതിന് ശേഷം ഒരു ചായ കുടിക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ദേ ചായ കുടിക്കുവാണേ. ഇന്നിപ്പം ചായക്ക് കേക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഈ ചോക്ലേറ്റും ഓറഞ്ചും കൂടി ഉള്ള ഫ്ലേവറാണേ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതിന് ശേഷം ദേ നമ്മുടെ ചിഞ്ചുവിന് പാൽ കൊടുക്കാൻ പോവാം കേട്ടോ. ചിഞ്ചുവിന് രാവിലെയും വൈകിട്ട് ഓരോ ഗ്ലാസ് പാൽ കൊടുക്കട്ടോ. ഒരുപാടൊന്നും കൊടുക്കത്തില്ല കേട്ടോ, ഓരോ ഗ്ലാസ്സേ കൊടുക്കത്തുള്ളേ. അപ്പോൾ അങ്ങനെ ചിഞ്ചുവിന് ദേ പാൽ കൊടുക്കുകയാണ് കേട്ടോ. ചിഞ്ചു പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കാണിക്കുന്നത്. അവൾക്ക് ഫുഡും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കിന് ഭയങ്കര വഴക്കായിട്ടോ. അവൾ എന്താ ഫുഡ് കണ്ട് കഴിയുമ്പോഴത്തേക്കിനെ പെട്ടെന്ന് വെളിയിലേക്ക് ചാടാനായിട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നതാണേ. അപ്പോൾ അങ്ങനെ അവൾക്ക് പാൽ വെച്ച് കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഒന്ന് വാഴയിൽ വരെ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചു കേട്ടോ. വാഴയൊക്കെ തീരാറായിട്ടുണ്ട് കേട്ടോ, വാഴക്കൊലയൊക്കെ. ഇനിയിപ്പോൾ കുറച്ച് വാഴക്കൊലം കൂടെയൊക്കെ നിൽപ്പുള്ളൂ. ഇനിയിപ്പോൾ ഈ നിൽക്കുന്ന തൈയൊക്കെ പിഴുത് മാറ്റി നടാനായിട്ടുള്ളതാണേ. അപ്പോൾ ഇനിയൊരു ഉപ്പേരിക്കായിട്ട് നിർത്തിയാക്കുന്നതാണ് കേട്ടോ. ഓണമാകുമ്പോഴത്തേക്കിന് നന്നായിട്ട് മൂക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. നല്ലതായിട്ട് മൂത്ത് നിന്നൊരു കായ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 ദിവസം കൂടെ കഴിയുമ്പോൾ വെട്ടാമെന്നൊക്കെ കരുതിയിട്ട് നിർത്തിയതാണ്. പക്ഷേ ഒരു പച്ചക്കളി പണി വന്നു കേട്ടോ. പച്ചക്കളി വന്നിരുന്നിട്ട് 2-3 പടലയല്ല കായ് തിന്നു കേട്ടോ. അങ്ങനെ അത് കാരണം അങ്ങ് വെട്ടി വെച്ചു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബാക്കിയും കൂടി അങ്ങ് തിന്നു കഴിഞ്ഞാൽ പിന്നെ പറ്റില്ലല്ലോ. നമ്മളത് വെട്ടി കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കണ്ടില്ലായിരുന്നോ കടയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ചേനയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഓണം ആകുമ്പോഴത്തേക്കിന് ഇത് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ചേന നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ വീടിന് ചുറ്റും അങ്ങ് അയ കെട്ടി വെച്ചേക്കുവാണേ. ഇനിയിപ്പോൾ ഈ അയെല്ലാം തുണി എടുത്ത് കഴിയുമ്പോൾ അഴിച്ചു കേട്ടോ. അല്ലെങ്കിൽ കെട്ടിയാൽ വന്നിട്ട് തന്നെ ചെയ്തു കേട്ടോ. വീടിന് ചുറ്റും ഇങ്ങനെ അയ കെട്ടി വെച്ചേക്കുന്നത്. വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓടി കിടന്ന് ഇങ്ങനെ അയയൊക്കെ കെട്ടു കേട്ടോ. കൊച്ചുങ്ങളുടെ ബാഗൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഒന്ന് കഴുകിയിട്ടു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ പള്ളിയിൽ പോയേക്കാണ്. 8 നോയമ്പിൻ്റെ സുവിശേഷ യോഗം ഉണ്ട് കേട്ടോ. അങ്ങനെ അവരൊക്കെ പള്ളിയിൽ പോയേക്കാണ് കേട്ടോ. ഞാൻ പോയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.